ടൈമസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ സംഭവം ഉണ്ടാക്കുന്ന ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ? ഇതാണ് നമ്മുടെ ദുബായിലൊക്കെ നല്ല വൈറലായിട്ടുള്ള മസ്ക ചീസ് പ്ലസ് കറാക്റ്റി, അതാണിത്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 2 പേർക്കുള്ളതാണ്. 2 കറാക്റ്റിയും 2 മസ്ക ചീസ് കേക്കുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കറാക്റ്റിയാണ് ഉണ്ടാക്കുന്നത്. അത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ പഞ്ചസാര നമുക്ക് 2 പേർക്കുള്ളത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്നത് കാരമലൈസ് ആവുന്ന വരെ ചൂടാക്കുക. നന്നായി കാരമലൈസായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ഏലക്കായ, പിന്നെ ഒരു പീസ് കറുകപ്പട്ട, പിന്നെ 2 ഗ്രാമ്പു, അത് ക്ലോവ്സ് ഇതിടുക. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നമ്മൾ ഈ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അതിങ്ങനെ നന്നായി തിളച്ച് വരുമ്പോൾ അപ്പോൾ തന്നെ ആ കളറ് നല്ല കളറായിരിക്കും. അപ്പോൾ അതിലേക്ക് ഒരു 3 ടീ ബാഗ് ഇടുക, 2-3 ടീ ബാഗ് ഇടുക. ആ ടീ ബാഗ് തിളച്ച് വരുമ്പോൾ കണ്ടോ നല്ല ചായയുടെ ഇത് കാണാം, അപ്പോൾ നല്ല കളർ കാണാം. അപ്പോൾ അതിലേക്ക് നമ്മളൊരു കപ്പ് പാലും കൂടിയും ഒഴിച്ച് കൊടുക്കുക. പാലതിൻ്റെ ചെറിയ ചൂടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു 2 പ്രാവശ്യം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാം. ഇങ്ങനെ വീണ്ടും ഒന്നും കൂടി നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ സർവിങ് കപ്പിലേക്ക് നമുക്ക് പകർത്തി വയ്ക്കുക, അരിച്ചെടുക്കാതെ. ഇതിങ്ങനെ കാണുന്നില്ല, നല്ല കളറാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. ഇനി നമ്മൾ മസ്ക ചീസ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വൈറ്റ് ബ്രെഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 പേർക്കുള്ളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 2 ഇതെടുത്തു, വൈറ്റ് ബ്രെഡ് എടുക്കുക. വൈറ്റ് ബ്രെഡിലേക്ക് നമുക്ക് സോഫ്റ്റ് ചീസ് വാങ്ങാം. അപ്പോൾ സോഫ്റ്റ് ചീസും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പ്ലേറ്റിലേക്ക് 2 പീസ് വൈറ്റ് ബ്രെഡ് വെച്ചിട്ട് ആ വൈറ്റ് ബ്രെഡിലേക്ക് നന്നായിട്ട് സോഫ്റ്റ് ചീസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരെണ്ണത്തിലേക്ക്. എന്നിട്ട് അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാൻഡ്വിച്ചൊക്കെ വെക്കുന്ന പോലെ മറ്റൊരു ബ്രെഡ് പീസും കൂടി വെച്ച് നന്നായിട്ടൊന്ന് വയ്ക്കാം. അതിന് ചീസ് അപ്ലൈ ചെയ്തതിന് ശേഷം വേറൊരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇനിയാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കറാക്റ്റി ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ഒരു അത്യാവശ്യം മിഡ് ചൂടുള്ള ആ ഒരു കറാക്റ്റി അത്യാവശ്യം നല്ല സ്വീറ്റാണ്. കറാക്റ്റി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബ്രെഡ് സോക്ക് ആവുന്നവരെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം കൂടരുത്, ജസ്റ്റ് ബ്രെഡ് സോക്ക് ആവുന്നവരെ. അപ്പോൾ ഇതാണ് വൈറൽ ദുബായ് മസ്ക ചീസ് വിത്ത് കറാക്റ്റി. അതായത് നോർമൽ ബ്രെഡിൽ ചീസ് വെച്ചിട്ട് അതിൽ കറാക്റ്റി ഒഴിച്ച് കഴിക്കുക. ശരിക്കും ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതാണ് ഒരു ചീസ് കേക്ക് പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി അല്ലെങ്കിൽ വേറെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.